സാധനെ നീ പോയിട്ട് വാ മോളെ. അനിയെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ അല്ലച്ചാം. നേരെ നിന്ന് സ്വയം നോക്കാൻ അറിയില്ല. അവൻ എന്റെ മോനെ നോക്കി ഇവിടെ നിക്കാന്ന്. ചേച്ചി പോയിട്ട് വാ, ഞാൻ വീട്ടിൽ തന്നെ നിന്നോളാം. സാധന, ഞാനിന്ന് വീട്ടിൽ തന്നെ നിന്നോളാം. നീ ഷോപ്പിങ്ങിനേ ഇല്ലേ? ഞങ്ങൾ ഈ ആണുങ്ങളെ ഷോപ്പിങ്ങിന് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലാ. അല്ലേ ഭാർഗു? ഞങ്ങള് ആനിയെ നോക്കിക്കോളാം. എനിക്കും സത്യക്കുള്ള ഡ്രസ്സൊക്കെ റാം എടുത്തോളും. ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ പോയി വാങ്ങിച്ചോളാം. അനിയെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പോയിട്ട് വാ. സാധനെ നീ ഷോപ്പിങ്ങിന് പോയേ പറ്റൂ. അതല്ലേ? ഭാർഗവ് പോയി വാ. പോയി വാ. പോയി വാ മോളെ. ഹായ്ഡാ, വെൽക്കം വെൽക്കം വെൽക്കം. അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വാ വാ. സീത എവിടെ? അവരെല്ലാവരും വരുന്നുണ്ട്. ഓൺ ദ വേ എന്ന് പറഞ്ഞു. ഇതെന്താ നിങ്ങൾ രണ്ടുപേരും മാത്രം വന്നേ? അയ്യോ, വീട്ടിലെ കാര്യമൊന്നും പറയണ്ട, ഓരോരോ കഥകളാ. അഞ്ജു ക്ലിനിക്കിലെ വളരെ ബിസിയാടാ, അതുകൊണ്ട് വരാൻ കഴിയില്ല. ആ, അവൾക്ക് ഷോപ്പിങ്ങിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാ ഞങ്ങൾ മാത്രം വന്നേ. മേമ, എല്ലാവരും എന്താ ഇവിടെ ഇരിക്കുന്നത്? സീത എത്തിയില്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഷോപ്പിംഗ് തുടങ്ങി കാണൂന്ന്. അവരെ വെയിറ്റ് ചെയ്യാ. ഓ, അങ്ങോട്ട് നോക്കടാ. ദേ മുതലാളി എത്തിയല്ലോ, പോയി കൂട്ടിക്കൊണ്ടു വാ. റാം എന്ന ഈ അടിമയുടെ ഉടമസ്ഥൻ എപ്പോഴും ഈ ഭാർഗവിയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതിലും മാറ്റമില്ല. ഹായ്. ഹായ്. സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനം? ഹാപ്പി ഫാദേഴ്സ് ഡേ ഫ്രണ്ട്. എന്താ? ഹാപ്പി ഫാദേഴ്സ് ഡേ ഫ്രണ്ട്. ക്യൂട്ട്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി രാത്രി മുഴുവൻ ഒരേ ഇരിപ്പായിരുന്നു. നൈസ്. താങ്ക് യു സോ മച്ച്. സോ സ്വീറ്റ് ഓഫ് യു ചക്കരേ. താങ്ക് യു സോ ഹായ് മച്ച് സീത. ഹായ് മേമ. മേമ എത്തിയപ്പോ ലേറ്റ് ആയോ? ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം. വാ. ഇവനെ കാറ് വിടാമെന്ന് പറഞ്ഞതാ വരാൻ വേണ്ടിട്ട്. ഇവളാ വേണ്ടെന്ന് പറഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ കിട്ടാൻ നല്ലോണം ബുദ്ധിമുട്ടി, അതുകൊണ്ടാ കുറച്ച് ലേറ്റ് ആയത്. അല്ലേ ചേച്ചി, ഇങ്ങോട്ട് വരാൻ 150 രൂപയൊക്കെ വേണോ? അതൊന്നും സാരമില്ല. വരൂ വരൂ വരൂ. വാ വാ മോനെ. ഹായ് പ്രീ. ഹായ് അങ്കിൾ ശങ്കർ. എത്ര വെറൈറ്റി ടൈപ്പ് സാരികളാണല്ലേ. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ അറിഞ്ഞ അവിടെ നിന്ന് എല്ലാരും ഇങ്ങോട്ടേ വരൂ. എന്നാൽ ആദ്യം അവരോട് പറയൂ, ജൂൺ 28 മുതൽ ജൂലൈ 21 വരെ സുദർശൻ സിൽക്സ് സിപ്പഡ് ഹെവു മാരത്തലയിൽ ബമ്പർ ഓഫർ നടക്കുന്നുണ്ടെന്ന്. അപ് ടു 10 to 20% ഡിസ്കൗണ്ട് ഉണ്ടെന്ന്. കുടുംബസമേതം വന്ന് പർച്ചേസ് ചെയ്യാം. എന്തായാലും പറയാം. ഇതൊക്കെ ഞങ്ങളുടെ പ്യുവർ വെഡിങ് കളക്ഷൻസ് ആണ്. പ്യുവർ സിൽക്കില് ഇതിലുള്ള എല്ലാ ഡിസൈൻസും എല്ലാ കളേഴ്സിലും ലഭിക്കും.
വേണ്ട, ഈ ഗ്രീൻ വേണ്ട. ഈ സാരിയുടെ ബ്ലൗസ് ഒന്ന് കാണിച്ചേ. ഈ സാരി കൊള്ളാല്ലേ? ബ്ലൗസ് ഇതാ മാഡം. ഈ സാരി ഞാൻ എടുത്തോളാവേ. സുലോചന ചേച്ചി, ആദ്യം സീതയ്ക്കുള്ളത് എടുക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്കൊക്കെ എടുക്കാം. അപ്പൊ ടെൻഷൻ ഉണ്ടാവില്ല. അയ്യോ, എനിക്കിതാ ഈ ഒറ്റ സാരി മാത്രം മതി. ഇനി സീതയ്ക്കുള്ളത് നോക്കാം. എത്ര വില വരും? മാഡം 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയ്ക്ക് ഇത്ര സാരിയോ? സീതേ, അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? വേഗം വാങ്ങാൻ നോക്ക്. എല്ലാ സാരിയും ചേർത്തല്ല, ഈ ഒരു സാരിക്ക് 1 ലക്ഷം രൂപ. ഈ ഒരു ഒറ്റ സാരിക്ക് 1 ലക്ഷം രൂപയോ? അയ്യോ, അതെന്താ, ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയത് വല്ലോ ആണോ? മാഡം, ഇതൊക്കെ പ്യുവർ പട്ടില് നെയ്തെടുത്ത സാരികളാണ്. എന്നും കരുതി ഇത് കഴുത്തിലൂടെ മാലയായിട്ടിട്ട് നടക്കാൻ പറ്റുമോ? വേണ്ട മോനെ, എനിക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി ഒന്നും വേണ്ട. സീതമ്മ, നിന്റെ കല്യാണത്തിന് നീയല്ലേ സാരി സെലക്ട് ചെയ്യേണ്ടത്? ആന്റി എന്തിനാ സെലക്ട് ചെയ്യുന്നേ? ഓഹോ, നിന്റെ സീതമ്മയുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് പുതിയ സാരി ഉടുക്കണ്ടേ? എന്താ നൈറ്റ് ഇട്ടോണ്ട് വന്നാ മതിയോ കല്യാണത്തിന്? മോളെ, അവര് വാങ്ങിക്കോട്ടെ. സുലോചന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. ആർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അവർക്കും കൂടി വാങ്ങിച്ചോളൂ. ബില്ലിന്റെ കാര്യം തൽക്കാലം നിങ്ങളിപ്പോ ആലോചിക്കണ്ട. അയ്യോ, അതൊന്നും വേണ്ട ചേച്ചി. ഇത്രയും കോസ്റ്റ്ലി സാരിയൊക്കെ എന്തിനാ? എനിക്ക് സാധാരണ സാരി മതി, അല്ലേ സീതേ? സീത, നീ എന്തേ നോക്കിയിരിക്കുന്നേ? ഗൗരി പൂജയ്ക്കും മറ്റുള്ള പരിപാടിക്കും ഒക്കെ ഏതാ വേണ്ടെന്ന് നോക്കിയെടുക്ക്. ഓരോന്നിനും ഓരോ തവണ വന്ന തലവേദനയാവും നിനക്ക്. പുതിയ കളേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. സീത, നീ എന്താ സാരി ആദ്യം കാണുന്ന പോലെ നോക്കുന്നു? ഏത് സാരി ഇഷ്ടപ്പെട്ടെന്ന് പറ, എന്നിട്ട് സെലക്ട് ചെയ്യ്. മീമ, ഇവിടെ കുറെ അധികം സാരികളുണ്ടല്ലോ, ഏത് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നേ. അപ്പോ നിനക്ക് ഡ്രസ് സെലക്ട് ചെയ്യാനില്ലേ? അശോക്, ഒന്ന് ചെല്ല്. ഇത് കൊള്ളാല്ലേ? നോക്ക്, കാണാൻ ഭംഗിയുണ്ടല്ലേ, അല്ലേ? സാരി, ഈ സാരി കൊള്ളാല്ലേ? ഈ കളേഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ കളേഴ്സ് ഉണ്ട്. ഓ, എന്ത് ഓർഡർ ഇത്? ഇതെന്റെ ഓർഡറാണ്. എന്റെ ഔട്ട്ഫിറ്റ് എല്ലാം നീ വേണം സെലക്ട് ചെയ്യാൻ. ദാറ്റ്സ് ഇറ്റ്. ഓ, സാരി ഡിഫറെന്റ് കളേഴ്സ് ആണല്ലേ? ഡിഫറെന്റ് സാരി. പാക്ക് ചെയ്തു. ഇപ്പൊ വേണ്ട, കുറച്ച് കേട്ടോ. ഞങ്ങളുടെ കോഡ് ലാംഗ്വേജ് ഒക്കെ നീ ഡീകോഡ് ചെയ്തല്ലേ? കൊള്ളാതെ നീ. പിന്നെ നിങ്ങൾ സംസാരിക്കുന്നു? എവിടെ, എപ്പോ, ആര്? വേറെ ആരാ? എന്റെ സീതാമ്മയും എന്റെ മണ്ടൻ ഫ്രണ്ടും. അല്ല, കണ്ണുകൊണ്ടും കൈ കൊണ്ടും സംസാരിച്ചോണ്ടിരിക്കുക, ആക്ഷൻ കാണിച്ച്. എനിക്കെല്ലാം മനസ്സിലാകും. നോക്ക്, ഇവൾക്കെല്ലാം മനസ്സിലാവൂന്ന്. അല്ല, നീ വേണ്ടത് എന്തെങ്കിലും കാണിച്ചോ? ഈ കണ്ണുകൊണ്ടും കൈ കൊണ്ടും. മിണ്ടാതിരിക്ക.
വാ സീമോളെ, എന്നെ ഒന്ന് ഷോപ്പ് ചെയ്യാൻ നീയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യേ. വെറും വേസ്റ്റ് ആയവൻ. എന്താ നിനക്ക് സീതമ്മ ഹെൽപ്പ് ചെയ്യണമെന്നില്ലേ? ആ നിനക്ക് സീതമ്മ ഹെൽപ്പ് ചെയ്യണമെന്നില്ലേ? നിനക്ക് സീതമ്മ ഹെൽപ്പ് ചെയ്യണമെന്നില്ലേ? ഇല്ലടാ. വന്നേ തിരിയോട്ട്. പോവാം, ടാറ്റാ. അല്ല സീതമ്മയെ ഹെൽപ്പ് ചെയ്യണമെന്നില്ലേ? അശോക്, അശോക്, എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നു അശോക്. ഞാൻ വലിയൊരു കൺഫ്യൂഷനില്ല. എന്തു പറ്റി? അശോക്, നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം അശോക്, പ്ലീസ്. എന്താ നിനക്കൊരു ടെൻഷൻ പോലെ? അഞ്ജുവിന്റെ കാര്യമാണോ? അല്ല, എന്റെ കാര്യമാ. എന്താ കാര്യം? എനിക്ക് ഏത് സാരിയാ വാങ്ങണ്ടേന്നുള്ള വലിയ കൺഫ്യൂഷനില്ല അശോക്. ആക്ച്വലി സാരി എടുക്കണോ ലെഹങ്ക എടുക്കണോ എന്നുള്ളത് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. എല്ലാവരുടെ സെലക്ഷൻ കഴിഞ്ഞ അശോക്, ഇനി എനിക്ക് മാത്രമേ എടുക്കാനുള്ളൂ. പ്ലീസ് 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 എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? കഴിഞ്ഞോ? ഞാൻ വേറെ എന്തോ വിചാരിച്ചു. എന്താ അശോക് ഇത്? സാരി എടുക്കുന്നത് എത്ര വലിയ ജോലിയാണെന്ന് അറിയോ? അതുപോലൊരു കളർ എന്റെ കയ്യിൽ പാടില്ല. ഡിസൈൻ പാറ്റേൺ സെയിം ആയിട്ട് തോന്നരുത്. അതിട്ട് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയില്ലാണ്ടാവരുത്. എന്റെ സ്കിൻ ടോണിന് അത് മാച്ച് ആയിരിക്കണം. എന്തൊക്കെ കാര്യം ഉണ്ടെന്ന് അറിയോ സാരി സെലക്ട് ചെയ്യുന്നതിന്? ശരി, നടക്ക്. താങ്ക് യു. ഹലോ ഹലോ പാപ്പച്ചി, ഫോൺ എന്താ എൻഗേജ് ആവുന്നേ? ആരാ അപ്പുറത്ത്? അവൻ തന്നെയല്ലേ? കള്ളം പറയണ്ട പാപ്പച്ചി, കള്ളം. എടാ എന്തു പറ്റി? ഒന്നുമില്ല. ഞാൻ പിന്നെ വിളിക്കാം. നീ ആരോടാ കള്ളം പറയണ്ടെന്നൊക്കെ പറയുന്നേ? ആരാ കള്ളം പറഞ്ഞേ? ഓൾ ഓക്കെ അല്ലേ മാൻ? എല്ലാം ഓക്കേടാ. അത് അഞ്ജുനെ ഫോൺ ചെയ്തതാ ഞാൻ. അവളുടെ പനി മാറിയതല്ലേ ഉള്ളൂ, അതൊന്ന് വിളിച്ച് ചോദിച്ചതാ ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലടാ, എന്നെ ഒരു സ്യൂട്ട് സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ വിമൻ സെക്ഷനിലേക്ക് പോകുന്നത് എന്താ? അത് അശോക്, ഇവിടെ തന്നെ നിൽക്കുവാണോ? വാ അങ്ങോട്ട്. ഓഹോ, ഇപ്പൊ മനസ്സിലായി. സോ മാഡത്തിന്റെ സാരി സെലക്ട് ചെയ്യാനുള്ള പോക്കല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ഫ്രണ്ട്, സീതമ്മക്ക് നീയല്ലേ സാരി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടിരുന്നത്? അതേപോലെ പ്രിയ സാരി സെലക്ട് ചെയ്യാൻ വിളിക്കുന്നതാ. ആഹാ, ഇവിടെ ഇതുപോലത്തെ കഥയാണോ? നടക്കട്ടെ നടക്കട്ടെ. ഫ്രണ്ട്, ഒരു മിനിറ്റ്. വാ ബേബി. ശരിടാ, നീ പ്രിയ സാരി എടുക്കാൻ സഹായിക്കേ. പാവടെ വെയിറ്റ് ചെയ്യല്ലേ? ശരിയല്ല, പോ ഗോ ഗോ. എന്താടാ ഇപ്പൊ നിനക്ക് ഡ്രസ് സെലക്ട് ചെയ്യാൻ ലേറ്റ് ആവുന്നില്ലേ? അർജന്റ് ഒന്നുമില്ലേ? റെഡി, ആദ്യം നിന്റെ ഡ്രസ് സെലക്ട് ചെയ്യാം. റിലാക്സ് ഡാ, നമ്മള് ബോയ്സിന്റെ ഷർട്ടൊക്കെ ടപ്പേന്ന് എടുക്കാൻ പറ്റില്ലേ നമുക്ക്? സാരി എങ്ങനെയല്ലോ. പാവം പ്രിയ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നീ ചില എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നെ ഡീൽ ചെയ്തങ്ങ് വിടുവാണല്ലേ? അല്ലടാ, നീ അവളെ കെട്ടാൻ പോവല്ലേ? പിന്നെ എന്തിനാ അത്രയ്ക്ക് ദൂരത്തുനിന്ന് ലൈൻ വലിക്കുന്നേ? സീതയുടെ അടുത്ത് ചെന്ന് തൊട്ടടുത്തിരുന്ന് നിന്റെ കൈ കൊണ്ട് സാരി വച്ച് നോക്കി സെലക്ട് ചെയ്തങ്ങ് വാ മോനെ വാ. വെറുതെ ചുമ്മാ വിളിച്ചു പറയല്ലേ? ഞാൻ സാരി സെലക്ട് ചെയ്യാൻ വന്നൊന്നുമല്ല. നീ പോയി പ്രിയ ഹെൽപ്പ് ചെയ്തേ. പോ. ആയിക്കോട്ടെ. എല്ലാം മനസ്സിലാവുന്നുണ്ട്. പ്രിയേ, സീതയ്ക്ക് അമ്മായിയമ്മ പോരുണ്ടാവത്തില്ലെന്നാ ഞാൻ വിചാരിച്ചേ. അതിനിപ്പോ എന്താ ഉണ്ടായേ ചേച്ചി? പക്ഷേ ഈ ഭാർഗവിയെ 10 അമ്മായിയമ്മമാർക്ക് തുല്യവാ. കണ്ടില്ലേ, എല്ലാവരും അവര് പറയുന്നത് കേൾക്കണമെന്നുള്ള മട്ട. കഷ്ടം തോന്നുന്നു സീതയുടെ കാര്യം ആലോചിക്കുമ്പോ. അമ്മായിയമ്മ പോരുന്ന എന്താ? അങ്ങനെ പറഞ്ഞ അമ്മായിയമ്മ മരുമകളെ ടോർച്ചർ ചെയ്യുന്നത്, ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഓ, ഈ ആന്റി ഞങ്ങളെ ഇടയ്ക്ക് ടോർച്ചർ ചെയ്യാറില്ലേ? അതേപോലെ. ഞാനെപ്പോഴാ നിങ്ങളെ ടോർച്ചർ ചെയ്തത്? കൊച്ചുവായി വലിയ വർത്തമാനം പറയുന്ന കേട്ടോ. സാരി സെലക്ട് ചെയ്യണമെന്നും പറഞ്ഞ എന്നെ വിളിച്ചെടുത്തിട്ട് എന്താ പണി? സോറി. ഈ സാരി കൊള്ളാലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. സീത, നീ എന്താ നോക്കി നിൽക്കുന്നത്?
കൊറേ നേരമായിട്ട് സൈലന്റ് ആയിട്ട് നിൽക്കുവാണല്ലോ. എന്താ നിനക്ക് കളേഴ്സും പാറ്റേൺസും ഒന്നും ഇഷ്ടമായില്ലേ? വേഗം സെലക്ട് ചെയ്യ്. ഇത് നോക്ക്. സീതേ, ഈ കളർ നോക്ക്, നിനക്ക് നന്നായിട്ട് ചേരും. അതെ, ശരിക്കും മാച്ച് ആവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മേഡം അവിടെ മിറർ ഉണ്ട്, പോയി നോക്കിക്കോളൂ. വീണ, ഈ സാരി ഓക്കെയാ. ഇപ്പൊ എല്ലാം സെലക്ട് ചെയ്തു. ഇത്ര വേഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? നീ ഇത് നിനക്ക് ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്തതല്ലേ? ഓക്കെ, അതെല്ലാം സെലക്ട് ചെയ്തതാണേ. ഓക്കെ, ആ സാധന നമുക്ക് അപ്പുവിന്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തൊന്നു നോക്കാം. വാ. സീതേ, അവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കാനുള്ള സാരി നോക്കിക്കോട്ടോ, ഞാൻ വരാം. ഭാർഗവി ചേച്ചി, ഭാർഗവി ചേച്ചി, ഭാർഗവി ചേച്ചി, നിങ്ങൾ മരുമോനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോവാ അല്ലേ? എന്റെ കെട്ടിയവനെ വിളിച്ചതാ ഷോപ്പിങ്ങിന് വാന്ന് പറഞ്ഞ്. പക്ഷെ വരണ്ടേ? ഭർത്താക്കന്മാരെല്ലാം അങ്ങനെയാ. ഞങ്ങളുടെ വീട്ടിലുള്ളവരും അതുപോലെ തന്നെയാ. അനി വരുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഞാനും അവന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതാ. പക്ഷെ എന്നോട് പോവാൻ പറഞ്ഞിട്ട് അവരവിടെ നിന്നു. അതുകൊണ്ടാ. നിങ്ങൾ എന്തായാലും അവനുള്ള ഡ്രസ്സ് എടുക്കാൻ പോവല്ലേ? എന്റെ മൂപ്പർക്ക് ഒരെണ്ണം എടുക്കണേ. എന്താണെന്നോ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റിന്റെ ഡ്രസ്സൊക്കെ ഡിസൈനറെ വെച്ച് ചെയ്യിപ്പിച്ചില്ലേ? വളരെ നന്നായിരുന്നു. എനിക്കിതൊന്നും അറിയില്ലെന്നേ. അതല്ലാതെ ഇത്രയും വലിയ കടയിലൊക്കെ വരുന്നത് ആദ്യമായിട്ടാ ഞാൻ. അതുകൊണ്ടാ. നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുമല്ലോ, നിങ്ങൾ എടുത്താ മതി. അതിനിപ്പോ എന്താ, തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ആണുങ്ങളുടെ ഡ്രസ്സൊന്നും സെലക്ട് ചെയ്യാൻ അങ്ങനെ അറിയില്ല. ഞങ്ങളുടെ അശോകനെ അറിയില്ലേ? അവനെ ഞങ്ങൾ കൊണ്ടുവന്നത് തന്നെ അതിനാ. അവൻ അടിപൊളിയായിട്ട് സെലക്ട് ചെയ്യും. അവനോടൊന്ന് പറയണേ. ഇനി അവളുടെ ഭർത്താവിന് ഞാൻ സെലക്ട് ചെയ്യണത്രേ. അവളുടെ സുലോചന, ഒരു നിമിഷം കൊണ്ട് വന്നേ. ഇപ്പോ നമ്മുടെ ഇവിടുത്തെ സാരി സെലക്ഷൻ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നിങ്ങളുടെ ഭർത്താവിനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ. ഞാൻ ഡ്രൈവറോട് പറയാം ഡ്രോപ്പ് ചെയ്യാൻ. അയ്യോ, ഇനി താലി ആഭരണങ്ങളൊക്കെ എടുക്കാനില്ലേ? അതിന് സീത മതിയല്ലോ, ഞങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾ എന്തിനാ? ഇറ്റ്സ് ഓക്കെ. അയ്യോ, സീതയ്ക്ക് ഇതൊന്നും അറിയില്ല. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വേണം. ഞാൻ നിന്നോളാം, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ ജോലി നോക്കിയോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സച്ച് എ ചീപ്പ് ലേഡി. ഇവളെയും കൂടെ നടത്തി ഷോപ്പിംഗ് നടത്തണു അത്ര. നോൺസെൻസ്. സീത എന്തിനാ ചേച്ചി ഇവരെയൊക്കെ വിളിച്ചോണ്ട് വന്നേ? അപ്പോ മേമ, ഇതെന്തേ വലിച്ചു വാരിയിട്ടിരിക്കുന്നത്? നിനക്ക് ഏതെങ്കിലും ഇഷ്ടമായോ? അപ്പോ no മേമ, so confused. ഇത് നിനക്ക് ഇഷ്ടമായില്ലെന്ന് മനസ്സിലായി. താ, ഇത് നോക്കടാ.
എങ്ങനെയുണ്ട്? ആ ഇത് ഇഷ്ടായില്ലെന്ന് മനസ്സിലായി. താ പിടിക്ക്. അശോക്, നീ അവനെ മിണ്ടാൻ പോലും ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ. അവൻ സെലക്ട് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കാൻ ഗ്യാപ്പ് കൊടുക്ക്. അവൻ പറയില്ല. എന്താണെന്നോ അവന്റെ ചോയ്സ്, ഇഷ്ടം, കഷ്ടം അതൊന്നും നിലവില് അവന്റെ കയ്യിലല്ല. അല്ലടാ. നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ആ പക്ഷെ എനിക്ക് മനസ്സിലായി. അവന്റെ ഫ്യൂച്ചർ ഞാൻ കൺമുന്നിൽ കാണുന്നുണ്ട്. ഓക്കേ, റാമിന്റെ ഡ്രസ് സെലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. കല്യാണ ചെക്കന്റെ ഡ്രസ് എടുത്തു കഴിഞ്ഞു സർ. പാക്ക് ചെയ്തോളൂ. അശോക്, എല്ലാം നീ തന്നെ പറഞ്ഞാ എങ്ങനെയാ? എന്താ രാമ, നിനക്ക് ഓക്കെ ആണോ? ഐ ലൈക്ക് ഇറ്റ് ഫൈൻ. ചേച്ചി, റാമിന്റെ ഡ്രസ് സീതയുടെ സാരിയായിട്ട് മാച്ച് ആവുമല്ലേ? നീ വെരി വെരി ബാഡാ. എന്നോട് നിന്റെ ഡ്രസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നീ തന്നെ നിന്റെ ഡ്രസ് സെലക്ട് ചെയ്താ എങ്ങനെയാ? അതല്ല മോളെ, അത് നീ സൈലന്റ് ആയിരുന്നില്ലേ, അതുകൊണ്ടാ. സൈലന്റ് ഒന്നും ആയിരുന്നില്ല, എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. സീതമ്മ തന്നെ നിന്റെ ഡ്രസ് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. റാം, വന്ന് വന്ന് നീ വളരെ വികൃതിയാവുന്നുണ്ട് കേട്ടോ.